പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പൊ നമ്മള് ഫോട്ടോസിന്തസിന്റെ ഒന്നാമത്തെ സ്റ്റേജ് ആയ ലൈറ്റ് റിയാക്ഷൻ പഠിച്ച് കംപ്ലീറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ശരിക്കും എന്താണ്? സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ റിലേഷനിലൂടെ ATP NADPH ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അതാണ് ശരിക്കും ലൈറ്റ് റിയാക്ഷൻ. ഇനി അവിടെ ഒരു ടേം ഉണ്ട്, കെമി ഓസ്മോട്ടിക് ഹൈപ്പോതെസിസ്. എന്താണ് കെമിയോ? അത് ലൈറ്റ് റിയാക്ഷൻ പഠിപ്പിച്ചപ്പോൾ പറയാൻ വിട്ട ഒരു ടേം ആണ്. അത് വേറൊന്നുമല്ല, ലൈറ്റ് റിയാക്ഷനോട് ഞാൻ പറഞ്ഞു എന്താണ്, PS സെക്കൻഡിൽ ലൈറ്റ് ഒന്ന് പതിക്കുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺ എക്സൈറ്റഡ് ആവുന്നു, പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റഡ് ആവുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ. ഇങ്ങനെ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ എങ്ങനെയാണ് ATP NADPH ഉണ്ടാകുന്നത് എന്ന് പറയുന്ന തിയറിയുടെ പേരാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ്. അത് ശരിക്കും ഒരു പ്രോസസ് അല്ല. ഈ കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് അല്ല. സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ എങ്ങനെയാണ് ATPയും NADPHും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തിയറി അല്ലെ. പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിന്റെ തിയറി ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമല്ലോ. ആ തിയറിയാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ്. അതായത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ എങ്ങനെയാണോ ATP ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന, നമുക്ക് പറഞ്ഞു തരുന്ന തിയറിയുടെ പേരാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോതെസിസ്. അപ്പൊ എന്തായാലും സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ ATP NADPH ഉണ്ടായി. അപ്പൊ ചിലരൊക്കെ ചിന്തിക്കും, എന്തിനാണ് ഈ ATP NADPH? ഈ ATP NADPH ഒക്കെ എനർജി യൂണിറ്റുകളാണ്. ഈ ATP NADPH ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡാർക്ക് റിയാക്ഷനിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഫോട്ടോസിന്തസിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ഏതാ? ഡാർക്ക് റിയാക്ഷൻ. ഈ ഡാർക്ക് റിയാക്ഷനില് ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. ആ എനർജിയാണ് ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടായത്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയും NADPHും ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡാർക്ക് റിയാക്ഷനിൽ ഫുഡ് പ്രിപ്പയർ. ഒന്നുകൂടി, ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATPയും NADPHും ഉപയോഗിച്ചിട്ടാണ് അടുത്ത ഡാർക്ക് റിയാക്ഷൻ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോട്ടോസിന്തസിന് ആകെ രണ്ട് സ്റ്റേജേ ഉള്ളൂ, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷനിലൂടെ എന്തായാലും ഗ്ലൂക്കോസ് ഉണ്ടായില്ലല്ലോ, നമ്മൾ കണ്ടതാണ്. ATP NADPH ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും അടുത്ത ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടായില്ല, അപ്പൊ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പം ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ആവശ്യമായ ATPയും NADPHും എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP NADPH ഉപയോഗിച്ച് ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഫേസ് ആണ്, ഗ്ലൂക്കോസ് ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഫേസ് ആയതുകൊണ്ട്, ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഫേസ് ആയതുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. ഡാർക്ക് റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കും? ബയോസിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കും. ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ആയ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ഫേസ്, അതുകൊണ്ട് ബയോസിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കും. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. ഡാർക്ക് റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. കാരണം എന്താണ്? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് ഡാർക്ക് റിയാക്ഷൻ. അതുകൊണ്ട് ഡാർക്ക് റിയാക്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ബയോസിന്തറ്റിക് ഫേസ് എന്ന് വിളിക്കാം. ഡാർക്ക് റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. ഡാർക്ക് റിയാക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ബയോസിന്തറ്റിക് ഫേസ്. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നമുക്ക് ലൈറ്റ് റിയാക്ഷൻ നമ്മൾ കണ്ടതാണ്, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അതിലൂടെ ATP NADPH ഉണ്ടായി. അത് എവിടെ ഉപയോഗിക്കുന്നു, എന്തിനു ഉപയോഗിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെ കിട്ടിയ ATPയെയും NADPHനെയും ഉപയോഗിച്ചിട്ടാണ് ഡാർക്ക് റിയാക്ഷനിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ഇനി ഡാർക്ക് റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഡാർക്ക് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, C3 സൈക്കിൾ ആൻഡ് C4 സൈക്കിൾ. C3 സൈക്കിൾ ആൻഡ് എന്താണ് ഇവിടുത്തെ വ്യത്യാസം? C3 സൈക്കിളും C4 സൈക്കിളും സിമ്പിൾ ആണ്. ചില പ്ലാന്റുകൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് C3 സൈക്കിളിലൂടെ, അവരെ നമ്മൾ എന്ത് വിളിക്കും? C3 പ്ലാന്റ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഈ റൈസ്, അതുപോലെ വീറ്റ്, ഇങ്ങനെയുള്ള പ്ലാന്റുകളിലെ റൈസും വീറ്റും പോലുള്ള പ്ലാന്റ് ഒക്കെ C3 സൈക്കിൾ. ഏത് റൈസ് എടുത്താലും ഏത് വീറ്റ് എടുത്താലും അതിന് മാറില്ല, അവര് C3 സൈക്കിളിലൂടെ മാത്രമേ ഫുഡ് ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ അവര് C3 സൈക്കിളിലൂടെയാണ് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് നടത്തുന്നത്. അതുകൊണ്ട് അവർ C3 പ്ലാന്റ്സ് ആണ്. അപ്പൊ C3 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തുന്ന പ്ലാന്റുകൾ C3 പ്ലാന്റുകൾ. അങ്ങനെയാണെങ്കിൽ C4 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തുന്ന പ്ലാന്റുകൾ, ഈ മെയ്സ്, നമ്മുടെ സ്പിനാച്ച് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ചില പ്ലാന്റുകൾ ഉണ്ട്, അവര് C4 സൈക്കിളിലൂടെയാണ് ഡാർക്ക് റിയാക്ഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒന്നുകൂടി, ചില പ്ലാന്റുകൾ റൈസിനെയും വീറ്റിനെയൊക്കെ പോലുള്ള ചില പ്ലാന്റുകൾ, അവര് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നു C3 സൈക്കിൾ എന്ന് പറയുന്ന ഡാർക്ക് റിയാക്ഷൻ. അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് C3 സൈക്കിൾ എന്ന് പറയുന്ന ഡാർക്ക് റിയാക്ഷൻ. എന്നാൽ
ഈ മെയ്സിനെയും സ്പിനാച്ചിനെയൊക്കെ പോലുള്ള ചില പ്ലാന്റുകൾ അല്ലേ, അവര് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് C4 സൈക്കിൾ എന്ന് പറയുന്ന ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ ഡാർക്ക് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില പ്ലാന്റുകളുടെ ഡാർക്ക് റിയാക്ഷൻ അറിയപ്പെടുന്ന C3 സൈക്കിൾ എന്നും ചില പ്ലാന്റുകളുടെ ഡാർക്ക് റിയാക്ഷൻ അറിയപ്പെടുന്ന C4 സൈക്കിൾ. അപ്പൊ ചില പ്ലാന്റുകളുടെ ഡാർക്ക് റിയാക്ഷൻ C3 സൈക്കിൾ, ചില പ്ലാന്റുകളുടെ ഡാർക്ക് റിയാക്ഷൻ C4 സൈക്കിൾ. എന്തായാലും വലിയ ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നത്. C3 സൈക്കിളിലൂടെ ആയാലും ഗ്ലൂക്കോസ് തന്നെ കിട്ടും, C4 സൈക്കിളിലൂടെ ആയാലും ഗ്ലൂക്കോസ് തന്നെ കിട്ടും. അപ്പൊ രണ്ട് രീതിയിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും. ഒരു പ്ലാന്റിന് രണ്ട് രീതി പറയും. ഇപ്പം C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്ലാന്റ് ഒരിക്കലും C4 സൈക്കിളിലൂടെ നടത്തൂല, നടത്തേണ്ട കപ്പാസിറ്റി ഇല്ല അല്ലേ. C4 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്ലാന്റ് C4 സൈക്കിളിലൂടെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാക്കും, C3 പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ C3 സൈക്കിളിലൂടെ ഏതെങ്കിലും ഒരു പ്ലാന്റ് ഡാർക്ക് റിയാക്ഷൻ നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്താൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയാൽ ആ പ്ലാന്റുകൾ എന്നേക്കുമായിട്ട് എന്തെന്ന് അറിയപ്പെടും? C3 പ്ലാന്റുകൾ. C4 സൈക്കിളിലൂടെ ഏതെങ്കിലും പ്ലാന്റ് എന്താണ് ഡാർക്ക് റിയാക്ഷൻ നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്താൽ അവർ എന്ത് വിളിക്കും? C4 പ്ലാന്റ്. ചില എക്സാമ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ C3 പ്ലാന്റിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്താലും C3 സൈക്കിളിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്താലും C4 സൈക്കിളിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്താലും നമ്മൾ കോമൺ ആയിട്ട് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസ് തന്നെയാണ് വിളിക്കുന്നത്. കോമൺ ആയിട്ട് എന്ത് വിളിക്കും? ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ. അപ്പം ഡാർക്ക് റിയാക്ഷൻ ഓർ ബയോസിന്തറ്റിക് ഫേസ് രണ്ട് ടൈപ്പ് ഉണ്ട്, C3 സൈക്കിളും C4 സൈക്കിളും. C3 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തുന്ന പ്ലാന്റ്, അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ് C3 പ്ലാന്റ്. C4 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ് C4 പ്ലാന്റ്. അപ്പൊ നമ്മള് ആദ്യം പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ പറഞ്ഞു? ലൈറ്റ് റിയാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത ATP NADPH ഉപയോഗിച്ച്. അപ്പം ലൈറ്റ് റിയാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തില്ലേ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തതിൽ ATP NADPH അത് ഉപയോഗിച്ച് C3 സൈക്കിളിലൂടെ എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിലേക്ക് ഒന്നുകൂടെ വരാം. നമ്മൾ ഒന്നുകൂടി എവിടെ വരെയാണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിലോട്ട് വരെ. once again നമ്മൾ എവിടെ എത്തി? ക്ലോറോപ്ലാസ്റ്റ് കണ്ടോ? ഞാൻ തൈലക്കോയിഡ് അല്ല വരച്ചത്, ക്ലോറോപ്ലാസ്റ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ തൈലക്കോയിഡിന് ഇതേ വലിപ്പത്തിൽ വരച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ ഇത് വരച്ചിരിക്കുന്ന ക്ലോറോപ്ലാസ്റ്റ് ആണ്, തൈലക്കോയിഡ് ഒന്നല്ല. ഇപ്പൊ ഇതിനകത്ത് ആര് വരും? ഗ്രാനം വരും അല്ലേ, കുറെ തൈലക്കോയിഡ്. അപ്പൊ ഇതിലൊരു തൈലക്കോയിഡിനെ നമ്മൾ ഒരിക്കൽ വലുതാക്കി വരച്ചിട്ട് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പഠിച്ചു. ഇതിലൊരു തൈലക്കോയിഡിനാണ് നമ്മൾ വലുതാക്കി വരച്ച് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ വരച്ചു. അപ്പൊ ഇവിടെ കുറെ ഗ്രാനം ഉണ്ട്, ഇതുപോലെ ഉണ്ടോ? കുറെ ഗ്രാനം ഉണ്ടോ? ഈ ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രോമ ലാമല്ലേ ഉണ്ട്. ഗ്രാനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരാ? സ്ട്രോമ ലാമല്ലേക്ക് ഉണ്ട് അല്ലേ. ക്ലിയർ അല്ലേ? ഇതിൽ ഒരു തൈലക്കോയിഡ് നമ്മൾ വലുതാക്കി വരച്ചിട്ടാണ് അവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ പഠിച്ചത്. ഈ സ്ട്രോമ ലാമല്ലയിലാണ് നമ്മൾ എന്ത് പഠിച്ചിട്ടുള്ളത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അത് രണ്ടും കൂടി, ആ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈറ്റ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എവിടെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ഈ സ്ട്രോമയ്ക്കകത്ത്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഫ്ലൂയിഡ്, ഇവിടെ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ നിറഞ്ഞിരിക്കും അല്ലേ, ഇതിനകത്തുള്ള ഫ്ലൂയിഡിനെ. അപ്പം ഡാർക്ക് റിയാക്ഷന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ, ഡാർക്ക് റിയാക്ഷന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം സ്ട്രോമ. ഇതിനകത്തുള്ള ഫ്ലൂയിഡ്, ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് സ്ട്രോമ. ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഫ്ലൂയിഡിന്റെ പേരാണ് സ്ട്രോമ. ഈ സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ. അതിപ്പോ C3 സൈക്കിൾ ആയാലും C4 സൈക്കിൾ ആയാലും നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്. അപ്പൊ നമ്മൾ ഇനി C3 C4 പറയേണ്ട, കോമൺ ആയിട്ട് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാർക്ക് റിയാക്ഷന്റെ ലൊക്കേഷൻ ചോദിച്ചാൽ സ്ട്രോമയാണ്. സ്ട്രോമ മീൻസ് സ്ട്രോമ ലാമൽ എന്ന് പറഞ്ഞാലേ സ്ട്രോമ. ഈ ഫ്ലൂയിഡിന്റെ പേരെന്താണ്? സ്ട്രോമ. ഈ സ്ട്രോമയിലാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻ. കാരണം ഈ സ്ട്രോമ എവിടുത്തെ സ്ട്രോമയിൽ നമുക്കൊന്ന് നോക്കാം. ലീഫിനകത്തുള്ള സെല്ലുകൾ നമ്മൾ എന്ത് വിളിക്കും? മീസോഫിൽ സെൽ എന്ന് വിളിക്കും. മീസോഫിൽ സെല്ലിനകത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അതിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ് ആണ് ഞാൻ ഇങ്ങനെ വലുതായിട്ട് വരച്ചിട്ടുള്ളത്. ആ മീസോഫിൽ സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റ് മറന്നുപോയില്ലേ അല്ലേ, അതിന്റെ സ്ട്രോമ. ഈ സ്ട്രോമയിൽ ഇപ്പൊ ഇതൊരു C3 പ്ലാൻ എന്ന് വിചാരിച്ചു. നമ്മൾ ആരാണ് C3 പ്ലാൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. C3 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തുന്ന പ്ലാന്റ്, C3 സൈക്കിളിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റിനെയാണ് നമ്മൾ C3 പ്ലാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു C3 പ്ലാൻ എന്ന് വിചാരിക്കുക. ആ C3 പ്ലാന്റിന്റെ ലീഫിലുള്ള മീസോഫിൽ സെല്ലിനകത്തുള്ള ഒരു ക്ലോറോപ്ലാസ്റ്റ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ ക്ലോറോപ്ലാസ്റ്റിനകത്ത് കാണുന്ന ഫ്ലൂയിഡ്, ഇവിടെ കാണുന്ന ഫ്ലൂയിഡിനെ എന്ത് വിളിക്കും? സ്ട്രോമ എന്ന് വിളിക്കും. ഈ സ്ട്രോമയുടെ പ്രത്യേകത, ആ സ്ട്രോമയിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഉണ്ട്, പേര് RUBP. പേരെന്താണ്? RUBP. റിബുലോസ് ഓൺഗോമ 5 ബൈഫോസ്ഫേറ്റ് എന്നാണ്. റിബുലോസ് ഓൺഗോമ 5 ബൈഫോസ്ഫേറ്റ്. റിബുലോസ് ഓൺഗോമ 5 ബൈഫോസ്ഫേറ്റ് എന്നാണ് എന്തിന്റെ ഫുൾ ഫോം?
RUBP യുടെ ഫുൾ ഫോം ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. അപ്പം ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാണപ്പെടുന്ന ക്ലോറോപ്ലാസ്റ്റിനുള്ള ഫ്ലൂയിഡ് ആണല്ലോ സ്ട്രോമ. ആ സ്ട്രോമയിൽ കാണപ്പെടുന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. അതായത് സ്റ്റൊമാറ്റയിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിനകത്തോട്ട് പോകുമല്ലോ. ആ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ മീസോഫിൽസിനകത്ത് പോകും. മീസോഫിൽസിനകത്ത് ആരുണ്ട്? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അങ്ങനെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്തെത്തുമ്പോൾ ആ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ഇരിക്കുകയാണ്. അക്സെപ്റ്ററിന്റെ പേരാണ് RUBP, റിബുലോസ് 1,5 ബൈഫോസ്ഫേറ്റ് RUBP. അപ്പൊ ഇതൊരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മാത്രമല്ല, ഇതേ സ്ട്രോമയിൽ തന്നെ ഒരു എൻസൈമും കൂടിയുണ്ട്, റുബിസ്കോ. എൻസൈമിന്റെ പേരെന്താണ്? ഈ എൻസൈം നമ്മൾ ഒരിക്കൽ മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് കണ്ടിട്ടുള്ള ആളാണ് ഈ എൻസൈം, അല്ലേ? ഈ എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു എലമെന്റ് ആണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ എൻസൈമിന്റെ പേരെന്താണ്? റുബിസ്കോ, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിഡേസ്. അപ്പൊ രണ്ടുപേരെയാണ് നമ്മൾ സ്ട്രോമയിൽ പഠിക്കുന്നത്. ആരൊക്കെയാണ്? സ്ട്രോമയിലുള്ള ഒരാളാണ് RUBP, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. ആര്? RUBP, അല്ലെ? C3 പ്ലാന്റുകളുടെ ആരുടെ? C3 പ്ലാന്റുകളുടെ മീസോഫിൽ സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമ. C3 പ്ലാന്റുകളുടെ മീസോഫിൽ സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റ് ഇതാണ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മളൊരു മീസോഫിൽ സെൽ ഇങ്ങനെ വരയ്ക്കുമ്പോഴേ നമ്മൾ അകത്ത് ധാരാളം ഡോട്ടുകൾ ഇങ്ങനെ ഇടാറുണ്ട്. ഈ ഓരോ ഡോട്ട്, ഇതിൽ ഒരു ഡോട്ടാണ് ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഡോട്ടാണ് ഈ ഒരു ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ആ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമ, ആ സ്ട്രോമയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ് RUBP. അവിടെയുള്ള ഒരു എൻസൈം ആണ് റുബിസ്കോ. അവിടെയുള്ള എൻസൈമിന്റെ പേരെന്താ? റുബിസ്കോ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള എൻസൈം എന്നാണ് ആരെ അറിയപ്പെടുന്നത്? റുബിസ്കോ, അല്ലെ? മോസ്റ്റ് അബണ്ടന്റ് എൻസൈം അതാണ് റുബിസ്കോ, ഏറ്റവും കൂടുതലുള്ള എൻസൈം. അപ്പൊ ഇവിടെ രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടു, RUBP റുബിസ്കോയും. RUBP എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. റുബിസ്കോ എന്ന് പറഞ്ഞാൽ ഒരു എൻസൈം ആണ്. ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് C3 സൈക്കിൾ? നമ്മളിപ്പോ C3 പ്ലാന്റിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. C3 പ്ലാന്റിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരായിരിക്കും? RUBP. അവിടുത്തെ എൻസൈം ആരായിരിക്കും? റുബിസ്കോ. അപ്പൊ ഈ RUBP-നകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കയറിപ്പോന്ന് വിചാരിക്കാം. ഒരു സ്റ്റൊമാറ്റയിലൂടെ ലീഫിനകത്തെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലെ മീസോഫിൽ സെല്ലിനകത്ത് എത്തുമല്ലോ. മീസോഫിൽ സെല്ലിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ ഇപ്പൊ ആര് വന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്നാലുടൻ അത് ആരുമായിട്ട് വേണ്ടി? RUBP ആയിട്ട് വേണ്ടി, അല്ലേ? ഈ സ്ട്രോമയിൽ ആരെത്തിക്കഴിഞ്ഞാൽ, കാർബൺ ഡൈ ഓക്സൈഡ് എത്തിക്കഴിഞ്ഞാൽ ആ കാർബൺ ഡൈ ഓക്സൈഡ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? RUBP-യുമായിട്ട് ബൈൻഡ് ചെയ്യും. RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യുന്ന ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് റുബിസ്കോ. അപ്പൊ RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് ആര്? റുബിസ്കോ. RUBP-യും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ബൈൻഡ് ചെയ്യിപ്പിക്കുന്ന എൻസൈമാണ് റുബിസ്കോ. അങ്ങനെ RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്ത് ആദ്യം ഒരു അൺസ്റ്റേബിൾ 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിന്റെ ഗ്ലൂക്കോസ് ഉണ്ടാവും. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന C3 സൈക്കിൾ. അപ്പൊ നമ്മള് എങ്ങനെയാണ് പ്ലാന്റ് C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് പ്ലാന്റ്സ് C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്? C3 സൈക്കിൾ ഞാൻ പറഞ്ഞു. C3 പ്ലാന്റുകളുടെ മീസോഫിലിന്റെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാ? RUBP. ആരാണ് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ? RUBP. RUBP ആണ് അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. എവിടത്തെ? മീസോഫിൽ സെല്ലിന്റെ സ്ട്രോമയിലെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ RUBP ആണ്. RUBP. അപ്പൊ RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യും. RUBP ആരോട് ബൈൻഡ് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യും. അപ്പൊ RUBP-ലേക്ക് ആര് ബൈൻഡ് ചെയ്യാൻ പോവാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യാൻ പോവാണ്. RUBP-യും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ബൈൻഡ് ചെയ്യണം. രണ്ടും കൂടി ബൈൻഡ് ചെയ്തു. രണ്ടും കൂടി ബൈൻഡ് ചെയ്യുമ്പോൾ RUBP എവിടെയൊക്കെയാണ്? മീസോഫിൽ സെല്ലിന്റെ സ്ട്രോമയിൽ. ആ സ്ട്രോമയിലേക്ക് ആരെത്തി? സ്റ്റൊമാറ്റയിലൂടെ അകത്ത് കയറിയ കാർബൺ ഡൈ ഓക്സൈഡ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ എത്തിയപ്പോൾ RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യും. RUBP കാർബൺ ഡൈ. അപ്പൊ ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് RUBP ആയിട്ട് ബൈൻഡ് ചെയ്താൽ ആ റിയാക്ഷൻ നമ്മൾ കാർബോക്സിലേഷൻ എന്ന് വിളിക്കും. അപ്പം C3 സൈക്കിളിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്തോന്ന്? കാർബോക്സിലേഷൻ. C3 സൈക്കിളിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ. അപ്പൊ ഇവിടെ നമ്മുടെ സ്റ്റെപ്പിന്റെ പേരെന്താ? കാർബോക്സിലേഷൻ ആണ്. RUBP-യും അവിടെ എത്തിയ സ്ട്രോമയിലെത്തിയ കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്ത് ഏത് എൻസൈമിന്റെ പ്രസൻസിൽ? റുബിസ്കോയുടെ പ്രസൻസിൽ. ഏത് എൻസൈമിന്റെ പ്രസൻസിൽ? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ. അങ്ങനെ ആദ്യം ഒരു അൺസ്റ്റേബിൾ 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാവും, അല്ലേ? അതിന്റെ പേരൊന്നും നമുക്ക് പഠിക്കാനില്ല. RUBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് സ്റ്റേബിൾ ആയിട്ടാണ്. അപ്പൊ അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ ആവും. സ്റ്റേബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റ് ആയി മാറും. ഉടനെ തന്നെ 6 കാർബൺ ഉള്ള അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ ഉള്ള 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് നമ്മൾ 3PG എന്ന് വിളിക്കും. 3PGA. ഫുൾ ഫോം 3-ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നാണ്. 3PG.
അപ്പൊ 3pg-ക്കകത്ത് 3 കാർബൺ ഉണ്ട്. അത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന 3 അല്ല. നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ എഴുതുന്ന ഒരു നമ്പർ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷനാണ് കാണിക്കുന്നത്. അല്ലാതെ ഈ 3 ഉള്ളതുകൊണ്ട് ഇവിടെ 3 കാർബൺ ഉണ്ട് തെറ്റിദ്ധരിക്കല്ലേ. ഈ കോമ്പൗണ്ടിനകത്ത് 3 കാർബൺ ഉണ്ട്. അല്ലാതെ പിജി ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനകത്ത് എത്ര കാർബൺ ആണ് വരുന്നത്? 3 കാർബൺ ആണ് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം ഇവിടെ ഉണ്ടായില്ലേ ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്, അത് ബ്രേക്ക് ഡൗൺ ചെയ്താൽ 3 കാർബൺ വീതമുള്ള എത്ര 3pg ഉണ്ടാവണം? 2 മോളിക്യൂൾ 3pg. എന്നാലും 6 കാർബൺ വരും. എന്നാലും അവിടെ ഇവിടെ ആദ്യം ഉണ്ടായത് ആരാ? 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ReBP കാർബൺ ഡയോക്സൈഡ് വൈൻഡ് ഇവിടെ ആദ്യം ഉണ്ടായത് 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ ഉള്ള 3 കാർബൺ കോമ്പൗണ്ട് ആയ 3pg ആയിട്ട് മാറണം. 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അങ്ങനെയാണെങ്കിൽ 1 മോളിക്യൂൾ 3pg ഉണ്ടായാൽ മതിയോ? പോരാ. 2 മോളിക്യൂൾ 3pg ആണ്. 6 കാർബൺ ഉള്ള ഒരു സാധനം ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നോക്കിയേ, 6 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടായാൽ മതിയോ? പിന്നെ ബാക്കി 3 കാർബൺ ഉണ്ടാവില്ല. അപ്പം 3 കാർബൺ ഉള്ള എത്ര 3pg ഉണ്ടാവണം? 2 മോളിക്യൂൾ 3pg ഉണ്ടാവണം. എത്ര മോളിക്യൂൾ ഉണ്ടാവണം? 2 മോളിക്യൂൾ 3pg. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 3pg-ക്കകത്ത് 3 കാർബൺ ഉള്ളതല്ല ഇവിടെ ഈ 3. ഇതാ ആ പേരിനോടുള്ളതാണ്. 3pg എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിന്റെ പേരാണ്. അല്ലാതെ ആ 3 അവിടെ 3 കാർബൺ ഉണ്ടെന്നുള്ളത് സൂചിപ്പിക്കാനല്ല. അല്ലാതെ തന്നെ ഈ കോമ്പൗണ്ടിൽ എത്ര കാർബൺ ആണ്? 3 കാർബൺ ആണ്. അത് മനസ്സിലാക്കി. അങ്ങനെ ഒരു 2 മോളിക്യൂൾ 3pg ഉണ്ടാവേ. ഇവിടെ ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആദ്യം ഉണ്ടായി. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ ഉള്ള 2 മോളിക്യൂൾ ഉണ്ടാവേണം. 3 കാർബൺ വീതമുള്ള 2 മോളിക്യൂൾ 3pg അവിടെ ഉണ്ടാവും. 2 മോളിക്യൂൾ 3pg. ശ്രദ്ധിച്ചോളാം. 2 മോളിക്യൂൾ 3pg. അത് വീണ്ടും റെഡ്യൂസ് ചെയ്ത് അതിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് എന്തുണ്ടാവും അറിയാമോ? 3pg-യെ ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ആ ട്രയോസ് ഫോസ്ഫേറ്റിന്റെ പേരാണ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പക്ഷേ ഈ പേരില്ല, ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് ട്രയോസ് ഫോസ്ഫേറ്റിന് ഒരു പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പേര് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഈ ട്രയോസ് ഫോസ്ഫേറ്റുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് പഠിക്കുക, റെസ്പിറേഷൻ ഒക്കെ പഠിക്കുക മനസ്സിലാവും. കാരണം പലരുടെയും പേര് ട്രയോസ് ഫോസ്ഫേറ്റ് എന്നാണ്. ഇപ്പൊ ഞാൻ ഇവിടെ എഴുതിയ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിന്റെ പേര് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന്, 1,3 ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ പേര് ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിന്റെ പേര് ട്രയോസ്. അങ്ങനെ പലരുടെയും ഒരു കോമൺ പേരാണ് ട്രയോസ് ഫോസ്ഫേറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ട്രയോസ് ഏതെന്ന് വ്യക്തമായിട്ട് അറിയണ്ടേ? ആ ട്രയോസ് ആണ് ഏതെന്ന് പറയുന്നത് G3P ഗ്ലിസർ. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് റിഡക്ഷൻ. രണ്ടാം സ്റ്റെപ്പിന്റെ പേരെന്താ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 3pg റെഡ്യൂസ് ചെയ്ത് എന്തായി മാറി? G3P ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയി മാറി. ഈ റിയാക്ഷൻ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയണം, അത് വളരെ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ എവിടെയെങ്കിലും ADP2ATP എന്ന് കണ്ടാൽ, ഇങ്ങനെ ആരോ മാർക്ക് കഴിഞ്ഞിട്ട് ATP എന്ന് കണ്ടാൽ ഇതിന്റെ അർത്ഥം ATP ഉണ്ടാകുന്നു. വളരെ വ്യക്തമായിട്ട് ആരോ മാർക്കിന്റെ അപ്പുറത്ത് ആരാണ് വരുന്നതെങ്കിൽ ATP വരുന്നെങ്കിൽ ATP ഉണ്ടാകും. തിരിച്ചു വന്നാൽ ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ TP2ADP എന്ന് കണ്ടാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ പറയരുത് ആരോ മാർക്കിന്റെ അപ്പുറം ADP ഉണ്ട്, ADP ഉണ്ടാവുന്നു എന്ന് പറയരുത്, ADP ഉപയോഗിക്കുന്നു. അപ്പൊ ആദ്യത്തെ അർത്ഥം എന്താണ്? ATP ഉണ്ടായി. രണ്ടാമത്തെ മീനിങ് ATP ഉപയോഗിച്ചു, യൂസ് ചെയ്തു എന്നാണ് കേട്ടോ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയോ? എവിടെയെങ്കിലും ATP2ADP എന്ന് കണ്ടാൽ, ADP2ATP ആരോ മാർക്കിന്റെ അപ്പുറമാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ കണ്ടാൽ ATP ഉണ്ടാകും. ക്ലിയർ? ATP ഉണ്ടാകും, അത്രേ ഉള്ളൂ. ATP ഉണ്ടാകും. തിരിച്ചു വന്നാലോ ATP2ADP തിരിച്ചാണ്. ഇത് നമ്മൾ തിരിച്ചെഴുതിയിരിക്കുകയാണ്. ATP2ADP എന്ന് കണ്ടാൽ അതിന്റെ മീനിങ് ATP ഉപയോഗിച്ചത്. അപ്പൊ ഇവിടെ അർത്ഥം ATP ഉണ്ടായെന്നും ഇവിടുത്തെ അർത്ഥം ATP ഉപയോഗിച്ചു. അല്ലാതെ ചിലർ പറയും ഇവിടെ ATP ഉണ്ടായി, ഇവിടെ ADP ഉണ്ടായി. അങ്ങനെയല്ല കേട്ടോ. ADP2ATP മീൻസ് ATP ഉണ്ടായി, ATP2ADP മീൻസ് ATP ഉപയോഗിച്ചു, യൂസ് ചെയ്തു. ഓക്കെയാണോ? ക്ലിയർ? അപ്പൊ ഇവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സംഭവിച്ചത്? 3pg 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് റെഡ്യൂസ് ചെയ്ത് എന്തായി മാറി? G3P ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ATP NADPH gives ADPയും NADP+. എന്താണ് ഇതിന്റെ മീനിങ്? ഇവിടെ ATP ഉപയോഗിച്ചു, NADPH ഉപയോഗിച്ചു. കണ്ട ATP2ADP എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപയോഗിച്ചെന്നല്ലേ? ATP ഉപയോഗിച്ചു. NADPH2 NADP+ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? NADPH ഉപയോഗിച്ചു. അപ്പൊ 2 സ്റ്റെപ്പായി. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്. ഈ ഉണ്ടായില്ലേ ട്രയോസ് ഫോസ്ഫേറ്റ്, ഇതിന്റെ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ടല്ല, ഈ ട്രയോസ് ഫോസ്ഫേറ്റിന്റെ ഒരു എമൗണ്ട് ഗ്ലൂക്കോസ് ആയി മാറും. ട്രയോസ് ഫോസ്ഫേറ്റിന്റെ ഒരു എമൗണ്ട് എന്തായി മാറും?
ഗ്ലൂക്കോസ് ആയിട്ടുണ്ടാവും. ഗ്ലൂക്കോസ്. ബാക്കി ട്രയോസ്മോസിൽ, അപ്പൊ ട്രയോസ്മോസിൽ അതായത് G3P ഫുൾ ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ടില്ല, G3Pയുടെ പകുതിയെ ഗ്ലൂക്കോസ് ആയിട്ടുള്ളൂ. ബാക്കി G3P റീജനറേറ്റ് ചെയ്ത ReBP ആയി മാറും. ഈ സ്റ്റെപ്പിന്റെ പേര് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇവിടെ C3 സൈക്കിളിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് റീജനറേഷൻ. C3 സൈക്കിളിന്റെ മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ പേരാണ് റീജനറേഷൻ. റീജനറേഷൻ. അപ്പൊ റീജനറേറ്റ് ഇവിടെയും ഞാൻ എഴുതുന്നത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നു. ഇവിടെയും ATP to ADP എന്നാണ് എന്റെ അർത്ഥം. ATP ഉപയോഗിച്ചു. അപ്പൊ രണ്ടിടത്ത് ഇവിടെ ATP NADP വെച്ച് ഉപയോഗിക്കുന്നു, ഇവിടെ ATP മാത്രം ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ക്ലിയർ? ഇതാണ് C3 സൈക്കിൾ. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ReBP ആരാണ്? ReBP സ്ട്രോമയിൽ ഇരിക്കുന്ന ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ ReBP കാർബൺ ഡൈ ഓക്സൈഡ് കൂടി ബൈൻഡ് ചെയ്യും. ഏത് എൻസൈമിന്റെ പ്രസൻസിൽ? റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസ്. അവിടെ ReBP കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്തിട്ട് ഇവിടെ ആദ്യം ഉണ്ടായത് ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ആ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഉടനെ തന്നെ അത് ബ്രേക്ക് ചെയ്തിട്ട് അതവിടെ 6 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് ഉണ്ടായത്, ഒറ്റ മോളിക്യൂൾ. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ ഉള്ള 2 മോളിക്യൂൾ ആയിരുന്നു. അതായത് 3Pgക്കകത്ത് 3 കാർബൺ ആയിരുന്നു. അപ്പൊ ഒരു 3Pg അല്ല ഉണ്ടാകുന്നത്, 2 3Pg ഉണ്ടാവും. അവിടെ 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ 2 മോളിക്യൂൾ വേണ്ടേ? 6 കാർബൺ ഉണ്ടായിരുന്നു, അത് 3 കാർബൺ കോമ്പൗണ്ട് ആകുമ്പോൾ 2 മോളിക്യൂൾ 3 കാർബൺ കോമ്പൗണ്ട് ആയ 3Pg 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയിട്ട് മാറും. ഈ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിലേഷൻ. കാർബോക്സിലേഷൻ. ഈ 3Pg ആയിട്ട് റെഡ്യൂസ് ചെയ്ത് G3P എന്ന് പറയുന്ന ട്രയോസ്മോസേറ്റ് ആയിട്ട് മാറും. അതായത് 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ആ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആണ് നമ്മുടെ ട്രയോസ്മോസേറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, റിഡക്ഷൻ. ഇവിടെ ATP ഉപയോഗിക്കും, NADP വെച്ച് ഉപയോഗിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പില് ഇപ്പൊ ഈ ട്രയോസ്മോസേറ്റിന്റെ അല്ലെങ്കിൽ G3Pയുടെ ഒരു എമൗണ്ട് ഗ്ലൂക്കോസ് ആയല്ലോ. ആ ഗ്ലൂക്കോസ് പിന്നെ ഈ ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യാറില്ല, നമുക്കറിയാം. ഗ്ലൂക്കോസ് ഈസിലി ഡിസോൾവ്സ് ഇൻ വാട്ടർ. അതുകൊണ്ട് ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആയിട്ടോ സൂക്രോസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ സൂക്രോസ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യും. ബാക്കി വരുന്നില്ലേ G3P ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, അത് റീജനറേറ്റ് ചെയ്ത് വീണ്ടും ഇതിനെ വീണ്ടും ReBP ഉണ്ടായത്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ട്രയോസ്മോസേറ്റ് വീണ്ടും ReBP ആയത് എന്തെന്നറിയാമോ? വീണ്ടും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യാൻ ReBP വേണ്ടേ? അല്ലെങ്കിൽ ReBP തീർന്നു പോവില്ലേ? അതുകൊണ്ട് ഉണ്ടായ G3P അല്ലെങ്കിൽ ട്രയോസ്മോസേറ്റിന്റെ ഒരു എമൗണ്ടേ ഗ്ലൂക്കോസ് ആവും. ബാക്കി വരുന്ന G3P റീജനറേറ്റ് ചെയ്ത്, അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ബാക്കി വരുന്ന G3P റീജനറേറ്റ് ചെയ്ത് എന്തായി മാറുന്നു? വീണ്ടും ReBP ആയി മാറുന്നു. അവിടെയും ATP. ഇതാണ് C3 സൈക്കിൾ. അപ്പൊ ഗ്ലൂക്കോസ് കിട്ടി, നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടി കഴിഞ്ഞു. ഗ്ലൂക്കോസ് ഫോട്ടോസിന്തസിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡാർക്ക് റിയാക്ഷൻ. 2 രീതിയിൽ ഡാർക്ക് റിയാക്ഷൻ നടത്താം. ചില പ്ലാന്റുകൾ C3 സൈക്കിളിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തുന്നു, അതായത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ചില പ്ലാന്റുകൾ ഇങ്ങനെയല്ല, വേറെ രീതിയുണ്ട്, C4 സൈക്കിൾ എന്ന് പറയും, അതിലൂടെ ഡാർക്ക് റിയാക്ഷൻ നടത്തും. നമ്മൾ ഇവിടെ പഠിച്ചതാണ് C3 സൈക്കിൾ ആണ്. അപ്പം C3 സൈക്കിളിലൂടെ എങ്ങനെയാണ് ഡാർക്ക് റിയാക്ഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ C3 സൈക്കിളിലൂടെ എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടതാണ് അല്ലെ? 3 സ്റ്റെപ്പാണ്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അപ്പൊ ഈ C3 സൈക്കിൾ, C3 എന്ന് പറഞ്ഞ പേര് വന്നതിന്റെ കാരണം മനസ്സിലായോ? ഈ C3 സൈക്കിൾ എന്തുകൊണ്ട് ഈ C3 എന്ന് പറയുന്ന പേര് വന്നോ? അതിന് കാരണം ഫസ്റ്റ് ഫോംഡ് സ്റ്റേബിൾ കോമ്പൗണ്ടിൽ 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ട്. അതായത് 3Pgക്കകത്ത് എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫോംഡ്, അപ്പം ഇവിടെ 2 മോളിക്യൂൾ 3Pg ഉണ്ടാവും, അത് നിങ്ങൾ നോക്കണ്ട. അപ്പൊ 3Pg എന്ന് പറയുന്ന കോമ്പൗണ്ട് എത്ര കാർബൺ ആണ്? 3 കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് C3 സൈക്കിൾ എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഉണ്ടായ ആദ്യത്തെ കോമ്പൗണ്ട് 3Pg അല്ല. ആദ്യത്തെ കോമ്പൗണ്ടിൽ 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ആ 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് 3 കാർബൺ കോമ്പൗണ്ട് ആയ 3Pg ആയിട്ട് മാറുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടായി? 3Pg ഉണ്ടായി, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടായി, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടായി, 3PGA ഉണ്ടായി, 3PGA. ഓക്കെ അല്ലേ? ഈ 3PGA ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണല്ലോ ആദ്യം ഉണ്ടായത്. അപ്പൊ ആദ്യം ഉണ്ടായ സ്റ്റേബിൾ കോമ്പൗണ്ടിൽ 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ട് എന്ത് പേര് വന്നു? C3 സൈക്കിൾ എന്ന് പേര്. ഇനി C3 സൈക്കിൾ ഈസ് അതർവൈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. C3 സൈക്കിൾ എന്ന് വിളിക്കും നമ്മള്? കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കും. എന്തിനാണ് C3 സൈക്കിളിനെ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്? ഈ C3 സൈക്കിൾ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിൻ എന്നാണ്. മെൽവിൻ കാൽവിൻ. ഈ മെൽവിൻ കാൽവിൻ C3 സൈക്കിൾ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതിനെ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ C3 സൈക്കിൾ ഈസ് അതർവൈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. കാരണം ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ്, ആളുടെ പേരാണ് മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് ഇത് എന്തെന്ന് വിളിക്കാറുണ്ട്? കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ ചില പ്ലാന്റുകൾ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നു, കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ C3 സൈക്കിളിലൂടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന C3 പ്ലാന്റുകളാണ് റൈസ്, വീറ്റും ഒക്കെ C3 പ്ലാന്റുകൾ. അവര് C3 സൈക്കിളിലൂടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. C3 സൈക്കിൾ. അപ്പൊ C3 സൈക്കിൾ എന്താ ശരിക്കും?
അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിൽ ഒരു കാർബൺ ഡൈഓക്സൈഡ് അക്സെപ്റ്റർ ReBP. ഈ ReBP കാർബൺ ഡൈഓക്സൈഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഒരു 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 3 കാർബൺ കോമ്പൗണ്ടായ 3PG ഉണ്ടാവും. ഈ റിയാക്ഷൻ കാറ്റലൈസിംഗ് എൻസൈം ആണ് ഡിസ്കോ. ഇത് നമ്മൾ കാർബോക്സിലേഷൻ. കാർബൺ ഡൈഓക്സൈഡ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻ എല്ലാം കാർബോക്സിലേഷൻ എന്ന് പറയും. കാർബൺ ഡൈഓക്സൈഡ് ReBP ആയിട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. Then രണ്ടാമത്തെ സ്റ്റെപ്പ് 3PG എന്താണ് റെഡ്യൂസ് ചെയ്ത് G3P, അതായത് 3-phosphoglyceric ആസിഡ് ഒരു ട്രയോസ്ഫോസ്ഫേറ്റ് ആയ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആയിട്ട് മാറുന്നു. റിഡക്ഷൻ. അവിടെ ATP NADP ഉപയോഗിക്കും. ഇങ്ങനെ കിട്ടിയ എന്താണ് ട്രയോസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ G3P യുടെ ഒരു എമൗണ്ട് ഗ്ലൂക്കോസ് ആവുന്നു. ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്യും. ബാക്കി G3P, ഇപ്പൊ G3P ഫുൾ ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ടില്ല. ബാക്കി G3P റീജനറേറ്റ് ചെയ്ത ReBP ആയി മാറും. ബാക്കി G3P റീജനറേറ്റ് ചെയ്ത ആരായി മാറുന്നു? ReBP ആയി മാറും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പ് റീജനറേഷൻ. കാരണം ഈ ReBP എവിടെ നിന്നാണ് റീജനറേറ്റ് ചെയ്തത്? G3P നിന്നാണ് റീജനറേറ്റ്, അല്ലെ? G3P റീജനറേറ്റ് ചെയ്താണ് ReBP ആയി മാറുന്നത്. അപ്പൊ ഈ സൈക്കിളിന്റെ പേര് C3 സൈക്കിൾ. എന്തിനെ C3 സൈക്കിൾ എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് C3 സൈക്കിൾ എന്ന പേര് വന്നു? വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഉണ്ടായ ആദ്യത്തെ കോമ്പൗണ്ട് എന്താണ്? 3 കാർബൺ കോമ്പൗണ്ട് അല്ല, അതൊരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. പക്ഷെ അതൊരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. അപ്പം ReBP കാർബൺ ഡൈഓക്സൈഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഇവിടെ കിട്ടുന്ന 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ആ 6 കാർബൺ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് അൺസ്റ്റേബിൾ ആണല്ലോ. അപ്പൊ ഉടനെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് ആയ 3 കാർബൺ കോമ്പൗണ്ട് 3PG ഉണ്ടാവും. 3PG 3-phosphoglyceric ആസിഡ്. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഈ സൈക്കിളിന് എന്ത് പേര് വന്നത്? C3 സൈക്കിൾ എന്ന പേര് വന്നു. C3 സൈക്കിൾ. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ് എന്ത് പേര് വന്നു? C3 സൈക്കിൾ. ഇനി C3 സൈക്കിൾ ഈസ് അതർവൈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. C3 സൈക്കിൾ നമ്മൾ എന്തുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നു? അതും സിമ്പിൾ ആണ്. എന്തുകൊണ്ട് കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നു? ഈ C3 സൈക്കിൾ കണ്ടുപിടിച്ചത് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. മെൽവിൻ കാൽവിൻ. അതുകൊണ്ട് നമ്മൾ C3 സൈക്കിൾ എന്ത് വിളിക്കും? കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കും. അപ്പൊ C3 സൈക്കിൾ ഈസ് അതർവൈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. കാരണം ഇത് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് മെൽവിൻ കാൽവിൻ. അപ്പൊ C3 സൈക്കിൾ 3 സ്റ്റെപ്പ്: ReBP കാർബൺ ഡൈഓക്സൈഡ് ബൈൻഡ് ചെയ്യുന്ന കാർബോക്സിലേഷൻ, 3-phosphoglyceric ആസിഡ് ട്രയോസ്ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്ന റിഡക്ഷൻ, അടുത്ത് ആ ട്രയോസ്ഫോസ്ഫേറ്റ് ഒരു എമൗണ്ട് ഗ്ലൂക്കോസ് ആവുകയും ബാക്കി ട്രയോസ്ഫോസ്ഫേറ്റ് ReBP ആയി മാറുന്ന റീജനറേഷൻ. ഇവിടെ രണ്ടിടത്താണ് എനർജി യൂസ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലായോ എന്തിനാണ് ലൈറ്റ് റിയാക്ഷനിലൂടെ ATP NADPH ഉണ്ടായെന്ന്? ഇപ്പൊ മനസ്സിലായി കാണും. ലൈറ്റ് റിയാക്ഷനിലൂടെ ATPയും NADPH ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ ഡാർക്ക് റിയാക്ഷൻ നടത്താൻ പറ്റിയത്. ഇവിടെ ATP NADPH ഇല്ലായിരുന്നെങ്കിൽ 3PG G3P ആയി മാറും? മാറൂല. കാരണം ഇവിടെ ATP ഇല്ലായിരുന്നെങ്കിൽ G3P വീണ്ടും ReBP ആയിട്ട് മാറും. G3P വീണ്ടും ReBP ആയിട്ട് മാറിയത് എന്ത് ഉപയോഗിച്ചിട്ടാ? എനർജി ഉപയോഗിച്ചിട്ടാ. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ശരിക്കും ഡാർക്ക് റിയാക്ഷനിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ആവശ്യമായ ATPയും NADPH, അതായത് എനർജി ഉണ്ടാക്കുന്ന സ്റ്റെപ്പാണ് ലൈറ്റ് റിയാക്ഷൻ. അപ്പൊ ലൈറ്റ് റിയാക്ഷനിലൂടെ അടുത്ത ഡാർക്ക് റിയാക്ഷൻ നടക്കണമെങ്കിൽ ആവശ്യമായ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ലൈറ്റ് റിയാക്ഷൻ നടന്നത് എവിടെയും നമ്മൾ കറക്റ്റ് കണ്ടു. ഗ്രാനയുടെ തൈലക്കോയിഡ് മെംബ്രെയിനില് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, സ്ട്രോമാ ലാമെല്ലയിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഈ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈറ്റ് റിയാക്ഷൻ. അതിലൂടെയാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലൂടെയാണ് ഈ ATP NADPH ഒക്കെ ഉണ്ടാകുന്നത്. ഈ ATP NADPH ഉപയോഗിച്ചാൽ മാത്രമേ അടുത്ത ഡാർക്ക് റിയാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റൂ? ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പം ഡാർക്ക് റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ചില പ്ലാന്റുകൾക്ക് C3 സൈക്കിൾ, ചില പ്ലാന്റുകൾക്ക് C4 സൈക്കിൾ. C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ C3 പ്ലാന്റ് പറയും. C4 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് നമ്മൾ C4 പ്ലാന്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ചില പ്ലാന്റുകൾ C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് അത് പറ്റൂല, അവർ C4 സൈക്കിളിലൂടെ ഉണ്ടാക്കും. ചിലർക്ക് C4 സൈക്കിളിലൂടെ പറ്റുള്ളൂ, C3 സൈക്കിളിലൂടെ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ C3 സൈക്കിളിലൂടെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ പഠിച്ചത്. C3 സൈക്കിൾ നമ്മൾ എന്ത് വിളിച്ചു? കാൽവിൻ സൈക്കിൾ എന്ന് വിളിച്ചു. എന്തിനാ അങ്ങനെ വിളിച്ചത്? C3 സൈക്കിൾ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? മെൽവിൻ കാൽവിൻ. അപ്പൊ ഇങ്ങനെയാണ് C3 പ്ലാന്റുകൾ എന്ത് ചെയ്യുന്നത്? ഡാർക്ക് റിയാക്ഷനിലൂടെ അല്ലെങ്കിൽ ബയോസിന്തറ്റിക് ഫേസിലൂടെ ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ.